ലോകത്താകെ എല്ലാ മണ്ഡലങ്ങളിലും വലതുപക്ഷ തീവ്രവാദ വിഭാഗീയ രാഷ്ട്രീയം അത് എല്ലാ മേഖലയിലും പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അതിൽ നിന്ന് ഈ എല്ലാ സാംസ്കാരിക മണ്ഡലമാവട്ടെ, ഏത് മണ്ഡലങ്ങളാവട്ടെ, അതിന് സിനിമയും വ്യത്യസ്തമല്ല. ഇപ്പോൾ സമീപകാലത്ത് ഇറങ്ങിയ സിനിമകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കേരള സ്റ്റോറി, കാശ്മീർ ഫയൽസ്, ഇപ്പോൾ വീർ സവർക്കർ, ഇങ്ങനെയുള്ള സിനിമകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പൊളിറ്റിക്സ്. ഈ പൊളിറ്റിക്സിനെ എങ്ങനെ നേരിടും? ഈ നേരിടാൻ വേണ്ടിയിട്ട് ഉത്തരവാദ സിനിമാ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കത് എങ്ങനെ മറികടക്കാം എന്നുള്ളതിൻ്റെ ഒരു പ്രവർത്തനം കൂടിയാണ് ഇത്തരത്തിലുള്ള ഉന്നതമായിട്ടുള്ള ഒരു സാംസ്കാരിക നിലവാരം പുലർത്തുന്ന ഉന്നത ചിന്ത, ഉന്നതമായിട്ടുള്ള മാനുഷിക മൂല്യങ്ങൾ, ഇതെല്ലാം മുൻനിർത്തുന്ന ഒരു കൂട്ടം സിനിമകൾ ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗം കൂടിയിട്ടാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ. 2010 ഏപ്രിൽ 15 മോഹൻ രാഘവൻ്റെ ടി ഡി ദാസൻ സ്റ്റാൻഡേർഡ് 6B എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നത്. 2011 മുതൽ മലയാളത്തിലുണ്ടായിട്ടുള്ള ഒരു നവ സിനിമാ തരംഗമുണ്ട്. ഈ നവ സിനിമാ തരംഗത്തിലേക്ക് ഒരു മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ അതിനെ കൈ പിടിച്ചുയർത്തുന്നതിന് ടി ഡി ദാസൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ടി ഡി ദാസൻ സ്റ്റാൻഡേർഡ് 6B എന്നുള്ള സിനിമ. അതിനുശേഷമാണ് 2011 ചാപ്പാക്കുരിശാകട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ ട്രാഫിക് ആവട്ടെ, അങ്ങനെയുള്ള കുറേ സിനിമകൾ വരികയും ഈ ഒരു നവ സിനിമാ തരംഗത്തിലേക്ക് മുന്നോടിയായിട്ട് ഈ സിനിമയെ കൈ പിടിച്ചുയർത്തുക, അല്ലെങ്കിൽ ഒരു വഴികാട്ടിയായിട്ട് ഈ ടി ഡി ദാസൻ സ്റ്റാൻഡേർഡ് 6B എന്നുള്ള സിനിമ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം പിന്നീട് മോഹൻ പേഴ്സണലി എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. ഇതിപ്പോൾ അതായത് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സിനിമകൾ, ഇപ്പോൾ ഹ്യൂഗോൻ്റെ ജിൻവാൽജിൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് മോഹൻലാലിൻ്റെ മെയിൻ ക്യാരക്ടറാക്കി വെച്ചുകൊണ്ട് സിനിമ ചെയ്യണം. അതായത് അയാൾ മറ്റേ ജിൻവാൽജിൻ നിങ്ങൾക്ക് അതിൻ്റെ കഥകളൊക്കെ എല്ലാം അറിയാവുന്നതാണല്ലോ. വിളക്ക് കാലുകൾ കട്ടെടുത്ത ശേഷം അതിനോട് ക്ഷമിക്കുന്ന സംഭവങ്ങൾ, അതൊക്കെ അങ്ങനെയുള്ള മാനുഷിക മൂല്യങ്ങളെല്ലാം നിലനിർത്തി മുന്നിട്ട് വെച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത് വേറെ ഒരു സംഭവം പറഞ്ഞത് ആയുർവേദം. ഇപ്പോൾ ആയുർവേദ സംസ്കാരത്തിന് മുൻനിർത്തിക്കൊണ്ട് തിലകനെയും ജയറാമിനെയും മുൻനിർത്തിക്കൊണ്ടൊരു സിനിമ നമുക്ക് ചെയ്യാം. അതുപോലത്തെ ഒരു കഥ ചെയ്യണം. ഇതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റായിട്ടില്ലെങ്കിൽ പോലും എല്ലാത്തിൻ്റെയും കഥ പരിപൂർണമായിട്ടുള്ള കഥകൾ ആളുടെ കൈവശം ഉണ്ടായിരുന്നു. 2010 ഇറങ്ങുന്ന ഈ സിനിമ കാര്യമായ രീതിയിൽ തിയേറ്ററിൽ ഓടാതെ വന്നു കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിയുടെ പ്ലേ ഹൗസ് എന്ന ഡിസ്ട്രിബ്യൂഷൻ കമ്പനി സിനിമ ഏറ്റെടുക്കാനും ഈ സിനിമ വീണ്ടും റിലീസ് ചെയ്യാനും ആയിട്ടൊരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു. ആ തീരുമാനം നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി തന്നെ പറഞ്ഞു, ഓക്കെ, ഈ സിനിമ ഇനി റിലീസിങ് എന്ന് പറഞ്ഞ സംഭവം നടക്കില്ല, കാരണം അതിൻ്റെ സാറ്റലൈറ്റ് റൈറ്റും കുറേ വിഷയങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ശരി, ഇത് റിലീസിങ് നടക്കില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്കുതകുന്ന തരത്തിലൊരു ക്യാരക്ടർ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു കഥയുണ്ടാക്കും, ഞാനതിൻ്റെ ഫ്രീ ആയിട്ടുള്ള ഡേറ്റ് തരാം, എന്നെ വെച്ചൊരു സിനിമ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിനിമ ടി ഡി ദാസൻ സ്റ്റാൻഡേർഡ് 6B എന്നുള്ള സിനിമ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം രഞ്ജിത്തുമായിട്ട് മോഹൻ ചേട്ടൻ സംസാരിച്ച് നെക്സ്റ്റ്, അതായത് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ, ഈ ജിൻവാൽജിൻ്റെ കഥ വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ വെച്ചിട്ടുള്ള ആ സ്ക്രിപ്റ്റ് മോഹൻലാലിൻ്റെ അടുത്ത് പോയി സംസാരിച്ച് മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് മമ്മൂട്ടി ഇങ്ങനെ ഒരു ഓഫർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു 15-18 ദിവസത്തെ കാലയളവിനുള്ളിൽ മമ്മൂട്ടീനെ വെച്ചിട്ട് അതിമനോഹരമായിട്ടുള്ളൊരു കഥ, മമ്മൂട്ടി 3 തരത്തിലുള്ള ഒരു ജീവിതകാലത്തിലെ 3 വ്യത്യസ്ത ഭാവഭേദങ്ങളുള്ള ക്യാരക്ടറെ അവതരിപ്പിക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള കഥ. അപ്പോൾ ഈ കഥ ഇപ്പം ഞാൻ ഈ മമ്മൂട്ടിനെ വെച്ചിട്ടുള്ള കഥയാവട്ടെ, അല്ലെങ്കിൽ ജീൻവാൽജീൻ്റെ ഈ കഥ പറഞ്ഞ ഈ സംഭവം ആവട്ടെ, ഏതാണെന്നുണ്ടെങ്കിൽ മറ്റേ തിലകനെയും ജയറാമിനെയും വെച്ച് പറയുന്ന ഒരു കഥയാവട്ടെ, ഈ കഥകളൊക്കെ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ മോഹൻചേട്ടൻ്റെ അടുത്ത് ചോദിക്കും, മോഹൻചേട്ടാ ഇതൊക്കെ ഒരു 5-6 മണിക്കൂർ സമയം വേണം ഇത് നിങ്ങൾ പറയുന്ന രീതിയിലുള്ള സിനിമയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ പറയുന്നത്, അല്ല വിൻസ, എൻ്റെ കൈവശം കൃത്യമായിട്ടുള്ള കണക്കുണ്ട് 2 മണിക്കൂർ സിനിമ.
അങ്ങനെ വ്യക്തമായിട്ട് താൻ ചെയ്യാൻ പോകുന്ന സിനിമകളെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു മോഹൻ രാഘവൻ. അപ്പോൾ നമുക്ക് മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ട വലിയ കനപ്പെട്ട ഒരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. ഞാൻ ഇത്തരം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ഒരു സിനിമയെ ചെയ്തുള്ളൂ. ആ സിനിമ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. ആ സിനിമ കൈകാര്യം ചെയ്ത കുറേ വിഷയങ്ങളുണ്ട്. ആ തരത്തിലുള്ള സിനിമകളായിരിക്കും അദ്ദേഹത്തിന് ഇനി ഉണ്ടാവുക എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയെ പിൻപറ്റിക്കൊണ്ടാണ് പിന്നീട് മലയാള സിനിമയിൽ നവസിനിമാ തരംഗങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിലവിലുള്ള, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംബന്ധമാണ്, നിലവിൽ ഉള്ള ഈ പ്രതിലോമ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന സിനിമകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് ഗ്രാമിക നടത്തുന്ന ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഈ സിനിമാ പ്രദർശനം. അതിന് പ്രത്യേകിച്ച് ഈ വർഷത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സിനിമകൾ അത് ആ സിനിമകളുടെ ലിസ്റ്റിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ വിൽസൺ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ മോഹൻ രാഘവനായിരിക്കും ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള ഒരുതരം നവതരംഗമെന്നോ മറ്റോ വിളിക്കാവുന്ന സിനിമകളുടെ ഒരു തുടക്കക്കാരൻ എന്ന് പറയാവുന്നതാണ്. ആർത്തിൽ മോഹൻ രാഘവൻ്റെ പിന്മുറക്കാരാണ് ഇന്നത്തെ പല സമാന്തര സിനിമക്കാരെന്ന് ഞാൻ പറയും. മോഹൻ രാഘവൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ചില ഒരു സമകാലിക മലയാള സിനിമയും മലയാള സിനിമ നിരൂപണത്തെയും കുറിച്ചുള്ള ചില നിരീക്ഷണങ്ങൾ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, എല്ലാവരും മലയാള സിനിമയിൽ വളരെ വലിയ ഒരു വസന്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ന്യൂജൻ സിനിമകളുടെ ഒരു വലിയ വിപ്ലവം മലയാള സിനിമയിൽ കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വളരെ സ്വയം അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാലമാണ്. നമ്മൾ കേരളത്തിൽ പുറത്തു പോകുമ്പോഴും ഏറ്റവും അധികം ആൾക്കാർ വളരെ പ്രതീക്ഷയോടെ കാണുന്ന സിനിമകളും ആരാധിക്കുന്ന സിനിമക്കാരും മലയാളത്തിലാണ്. നിങ്ങൾ ഇന്ത്യയിൽ എവിടെ പോയാലും ആദ്യം മലയാള സിനിമയെക്കുറിച്ചാണ് ആൾക്കാർ സംസാരിക്കുന്നത്. മലയാള സിനിമയെക്കുറിച്ച് വലിയ എന്താ പറയുക പ്രതീക്ഷകളും എക്സൈറ്റ്മെൻറ്റും അവർക്കുണ്ട്. പക്ഷേ ഈ മലയാളത്തിനകത്ത് നിൽക്കുന്ന, കേരളത്തിൽ നിന്ന് മലയാള ഭാഷയിൽ ജീവിക്കുന്ന, അതിലെഴുതുന്ന, മലയാള സിനിമയെ കുറേ കാലം പിന്തുടരുന്ന ഒരാളെന്ന രീതിയിൽ ഇവർ ഈ പൊതുവെ കേരളത്തിന് പുറത്ത് പുലർത്തപ്പെടുന്ന പ്രതീക്ഷ സാധൂകരിക്കപ്പെടുമോ എന്നൊരു ചോദ്യമുണ്ട് അവർക്ക്. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയിൽ ഒരുപക്ഷെ നമുക്ക് സൂപ്പർ സ്റ്റാർ അനന്തര സിനിമ എന്ന് വിളിക്കാമെങ്കിൽ വലിയ രീതിയിൽ, പ്രത്യേകിച്ചും ഡിജിറ്റൽ വിപ്ലവത്തിന് ശേഷം വലിയ രീതിയിൽ സിനിമാ നിർമ്മാണത്തിലും സിനിമയെക്കുറിച്ച് ഭാവന ചെയ്യുന്നതിലും കാണുന്നതിലും എല്ലാം തന്നെ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ വേദികൾ മാറി, പുതിയ OTT പ്ലാറ്റ്ഫോംസ് വരുന്നു. പ്രത്യേകിച്ചും കോവിഡിന് ശേഷം നിങ്ങൾ സിനിമ കാണുന്ന രീതി, സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്ന രീതി, സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന രീതി, സിനിമയെ നിരൂപണം ചെയ്യുന്ന രീതി എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. ഈ മാറ്റത്തിൻ്റെ ഭാഗമായി പുതിയ രീതിയിലാണ് ആൾക്കാർ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത്. സിനിമ നിരൂപണത്തിന് എന്താ പറയുക, നിയന്ത്രണങ്ങൾ ഹൈക്കോടതി ഇടപെട്ട് കൊണ്ടുവരുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്കകത്ത് വളരെ വിജയകരമായിട്ടുള്ള സിനിമകൾ, അപ്പുറത്തേക്ക് താരങ്ങളെ ഉപയോഗിച്ചും അല്ലെങ്കിൽ രണ്ടാം തലമുറ താരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ധാരാളം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, യഥാർത്ഥത്തിൽ നമ്മൾ ഒരു പക്ഷേ ഒരു സമൂഹത്തിലെ സിനിമയുടെ ഒരു മുന്നേറ്റം, അല്ലെങ്കിൽ സിനിമയുടെ ഭാവുകത്വത്തിൽ, സിനിമയുടെ ലാവണ്യത്തിൽ ഉള്ള ഒരു മുന്നേറ്റത്തെ ഞാൻ കാണുന്നത് പുതിയ രീതിയിൽ ലോകത്തെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന, സ്വന്തം മാധ്യമത്തിൽ അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും അതിൻ്റെ പരിചരണ രീതികളിലും ഒരു വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നുള്ളൂ. ഒപ്പം തന്നെ അത് ജീവിക്കുന്ന കാലത്തോട്, നാടിനോട് എത്ര കണ്ട് ആഴത്തിൽ വിമർശനാത്മകമായി അല്ലെങ്കിൽ പ്രതിഫലനാത്മകമായി സ്വയം ആവിഷ്കരിക്കുന്നു. ഇത്തരം ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരുപക്ഷെ എനിക്ക് ഒരു സിനിമാ സംസ്കാരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നു, ഇപ്പോൾ ഈ ഇവിടെ കാണിക്കുന്ന മോഹൻ രാഘവൻ ചലച്ചിത്രമേളയിൽ കാണിക്കുന്ന സിനിമകളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഇത് ഇൻഡിപെൻഡൻറ്റ് സിനിമ എന്ന് വിളിക്കാവുന്ന മലയാള സിനിമയ്ക്കകത്ത് ഈ സിനിമ വ്യവസായത്തിൻ്റെ ചുറ്റവട്ടങ്ങളോ അതിൻ്റെ സൗകര്യങ്ങളോ അതിൻ്റെ വേദികളോ
അതിൻ്റെ ആലഭാരങ്ങളോ ഒന്നുമില്ലാതെ പുറത്ത് നിന്ന് നിർമ്മിക്കപ്പെടുന്ന സിനിമകളുടെ ഒരു കൂട്ടമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ യഥാർത്ഥത്തിൽ മലയാള സിനിമയ്ക്കകത്ത് പ്രതീക്ഷ നൽകുന്ന, മലയാള സിനിമാ ഭാവുകത്വത്തെ, മലയാള സിനിമയുടെ പരിചരണ രീതികളെ, എൻ്റെ ഭാവനയെ വലിയ രീതിയിൽ മാറ്റുന്ന വളരെ ശ്രദ്ധേയമായ ഒട്ടേറെ സിനിമകളുണ്ടായ വർഷങ്ങൾ കഴിഞ്ഞ 4-5 വർഷങ്ങളാണ്. പക്ഷെ പലപ്പോഴും മലയാള സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളിൽ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ന്യൂജൻ സിനിമ എന്ന് വിളിക്കപ്പെടുന്ന സിനിമകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ പലപ്പോഴും ഈ സിനിമക്കാരെ നമ്മൾ കാണാറില്ല, അല്ലെങ്കിൽ സിനിമ കാണപ്പെടുന്നില്ല. ഇത്തരം സിനിമകൾ വ്യാപകമായി കാണപ്പെടുന്നില്ല, OTT പ്ലാറ്റ്ഫോമിൽ വരുന്നില്ല, തിയേറ്റർ റിലീസ് നൽകുന്നില്ല, ടെലിവിഷൻ കാണിക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, അല്ലെങ്കിൽ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കമേഴ്ഷ്യൽ സിനിമയ്ക്കകത്ത് എല്ലാവിധ സൗകര്യങ്ങളും അനുഭവിക്കുന്ന OTT പ്ലാറ്റ്ഫോമുകളും താരമൂല്യങ്ങളും എല്ലാം അനുഭവിക്കുന്ന സിനിമകളെക്കുറിച്ച് എന്നതിനേക്കാൾ എനിക്ക് മലയാള സിനിമയ്ക്ക് അകത്ത് കിടന്നു വളരെ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, എന്നാൽ വളരെ അർത്ഥപൂർണമായ നമ്മുടെ കാലത്തോടും സിനിമ എന്ന മാധ്യമത്തോടും പരീക്ഷണാത്മകത പുലർത്തുന്ന സിനിമകളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും അവർ വലിയൊരു ഏകാന്തതയിലാണ് അവർ ജീവിക്കുന്നത്, വലിയ രീതിയിൽ സാഹസികതയിലാണ് അവർ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഒരുപക്ഷെ ഈ കഴിഞ്ഞ 5-8 വർഷം സിനിമ ഉണ്ടാക്കിയിട്ട് മിക്കവാറും എല്ലാവരും നമുക്ക് അറിയുന്നതുകൊണ്ട് തന്നെ വളരെ ഒരു രീതിയിലും പൊതുസമ്മതിയിലേക്കോ എല്ലാവരും പറയുന്ന 70കളാണ് മലയാള സിനിമയുടെ ഒരു നവതരംഗത്തിൻ്റെ വസന്തം എന്ന് പറയാറുണ്ട്. അപ്പോൾ അടൂർ, അല്ലെങ്കിൽ അരവിന്ദൻ, ജോൺ, KR മോഹനൻ തുടങ്ങിയ ഒട്ടേറെ മനുഷ്യരുടെ സിനിമകൾ, ഒട്ടേറെ ചലച്ചിത്രകാരന്മാരുടെ സിനിമകൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ മാറ്റങ്ങൾ കൊണ്ടുവന്നതിനൊപ്പം തന്നെ അതിനോടൊപ്പം ആ ഒരു സമൂഹം അതിന് സ്വീകരിച്ചിരുന്നു, അതിന് സമാന്തരമായി തന്നെ സ്വീകരിച്ചിരുന്നു. അന്ന് തന്നെ വളരെ മലയാള സിനിമ വ്യവസായം എന്ന് പറയുന്നത് വളരെ ശക്തമായി IV ശശിയും ശശികുമാറും ജോഷികളും വലിയ ഫിലിം മേക്കേഴ്സ് ഉള്ള സമയത്താണ് ഇത് വന്നത്. അപ്പോൾ ഇതിന് ആ നിലനിൽക്കുന്ന കമേഴ്ഷ്യൽ കച്ചവട സിനിമകളുടെ ലാവണ്യത്തിനും അവരുടെ എന്താ പറയുക അവർ കൈകാര്യം ചെയ്യുന്ന പ്രമേയങ്ങൾക്കും അഭിനയ രീതികൾക്കും എല്ലാത്തിനും ബദലായിട്ടാണ് ഇതിനെ കണ്ടത്, ബദലായി പരിഗണിക്കുകയും ചെയ്തു. അങ്ങനെ ബദൽ സമൂഹം കേരളത്തിൽ ബദൽ ലാവണ്യം എന്താ പറയുക ഗൗരവപൂർവ്വം സമീപിക്കുന്ന ഒരു വലിയ യുവതലമുറ കൂടി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള എഴുത്തുകളുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഈ സിനിമകൾ ശ്രദ്ധിക്കപ്പെടേണ്ടതിനെക്കുറിച്ചുള്ള ധാരാളം ചർച്ചകളുണ്ടായിരുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ സമാന്തര സിനിമകൾ ഉണ്ടാവുക മാത്രമല്ല ചെയ്തത്, സമാന്തര സിനിമകളെ പറ്റിയുള്ള ചർച്ചകളും അത് വളരെ ഗൗരവത്തോടെ സമീപിക്കുന്ന ഒരു ഉപസമൂഹവും അല്ലെങ്കിൽ സമാന്തര സമൂഹവും കേരളത്തിലുണ്ടായിരുന്നതാണ്. ഇന്നത്തെ സ്ഥിതി നേരെ മറിച്ച് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ 70കളിലെ സിനിമകളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ അടൂരോ അരവിന്ദനോ ജോൺ അബ്രഹാമോ KR മോഹനോ TV ചന്ദ്രൻ വരെയല്ല, ഷാജി N കരുണോ TV ചന്ദ്രൻ വരെയുള്ള ആൾക്കാരെ കണക്കിലെടുക്കുകയാണെങ്കിൽ പോലും അതിലധികം സമാന്തര സിനിമകൾ ഉണ്ടാകുന്ന സമയമാണ് കേരളത്തിൽ, അതിലധികം പരീക്ഷണ സിനിമകൾ ഉണ്ടാകുന്ന സമയമാണ് കേരളത്തിൽ. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഇത്തരം സിനിമകൾ ഒരുപക്ഷെ തികച്ചും ഗതാനുഗതികമായിട്ടുള്ള ശൈലികളെ, കഥപറച്ചിൽ രീതികളെ, കച്ചവട സിനിമ പുലർത്തുന്ന പലതരം നിയമങ്ങളെ, ഫോർമുലകൾക്ക് നിന്ന് പുറത്തു നിന്ന് മറ്റ് രീതിയിൽ കഥ പറയാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ സിനിമയെ ഭാവന ചെയ്യുന്ന കൂട്ടം മനുഷ്യ സിനിമകളാണ്. പക്ഷെ ഇതൊരിക്കലും തന്നെ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പൊതുവായ പൊതുമണ്ഡലത്തിലോ ചർച്ചകളിലോ പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധയോടെ ഇടം പിടിക്കാറില്ല. ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ 70കളിൽ ഉണ്ടായിരുന്ന പോലെയുള്ള ഒരു ശ്രദ്ധാപൂർവമായ നിരൂപണങ്ങളോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നൊരു അവർ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന പ്രതിലാവണ്യത്തെക്കുറിച്ചുള്ള ചർച്ചകളോ നടക്കുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായൊരു സംഭവം. അതോടൊപ്പം തന്നെ ഇത്തരം സിനിമകൾക്ക് ഉണ്ടാകേണ്ട ഒരു യുവാക്കളുടെയോ അല്ലെങ്കിൽ ഒരു സമാന്തര സമൂഹത്തിൻ്റെ പിന്തുണയും ലഭിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും ഇവർ സിനിമ പിടിക്കുന്നുള്ളൂ, അവർ സിനിമ പിടിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടും കൊണ്ട് മാത്രം ചെയ്യുന്ന ഒട്ടേറെ സിനിമകളാണ്. പക്ഷേ ഇവർക്ക് ലഭിക്കേണ്ട, അവർക്ക് അർഹമായിട്ടുള്ളൊരു പിന്തുണ, അവർക്ക് അർഹമായിട്ടുള്ളൊരു പ്രോത്സാഹനം, അവർക്ക് അർഹമായിട്ടുള്ള സാഹോദര്യം ഈ സമൂഹം നൽകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. ആ വസ്തുത കാണുക തന്നെ വേണം. ഒപ്പം തന്നെ ഇതോടൊപ്പം സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും പുകഴ്ത്തപ്പെടുന്ന സിനിമകൾ ഇന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു വലിയ എനിക്ക് തോന്നുന്ന നിരൂപണത്തിലും സിനിമയെക്കുറിച്ചുള്ള ഒരു ചർച്ചകളും ഉണ്ടായിട്ടുള്ള ഏറ്റവും ദാരുണമായൊരു കാര്യം എന്ന് പറയുന്നത് വെറും കഥ മാത്രം നോക്കുന്ന, പലപ്പോഴും പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള സിനിമകളെ ആഘോഷിക്കുന്ന, വളരെ ഉപരിതലത്തിൽ വളരെ ആഴം കുറഞ്ഞ വളരെ എളുപ്പത്തിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും എളുപ്പമുള്ള ഒരു പൊളിറ്റിക്കലി റൈറ്റ് ആവുന്നുണ്ട്. ചില കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ പൊളിറ്റിക്കലി റൈറ്റ്, അതോടുകൂടി നിങ്ങളുടെ സിനിമ
പുകഴ്ത്തപ്പെടുന്നു, വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ള അവസ്ഥയുണ്ട് യഥാർത്ഥത്തിൽ. ഒരു രീതിയിലും സിനിമയുടെ ചരിത്രത്തെയോ ഈ സിനിമകൾ നിൽക്കുന്ന ദേശീയവും ആഗോളീയവുമായി ഇതേ പ്രമേയങ്ങളെക്കുറിച്ചുണ്ടാകുന്ന സിനിമകളെയോ അവ പുലർത്തുന്ന ലാവണ്യപരമായിട്ടുള്ള ഒരു ജാഗ്രതയെക്കുറിച്ചോ അല്ലെങ്കിൽ പരീക്ഷണാത്മകതയെക്കുറിച്ചോ ഒരു വിധത്തിലും ചർച്ച ചെയ്യാതെ ഇവ പറയുന്ന കാര്യങ്ങൾ എന്ത് എന്നുള്ള രീതിയിൽ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ പരിതാപകരമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതൊരു അപകടകരമായ കാര്യമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും പക്ഷങ്ങളുണ്ട്, തീർച്ചയായും പക്ഷം പിടിക്കേണ്ടതുണ്ട്, ഈ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. പക്ഷേ ഈ പക്ഷം പിടിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും അത് ഈ രാഷ്ട്രീയ ശരികളെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇപ്പോൾ ടെലിവിഷൻ ചർച്ചയിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ ശരി തെറ്റ്, ഇടത് വലത് പോലുള്ള വളരെ ലളിതവും അതിലളിതവും ദ്വന്ദ്വാത്മകമായ ലളിത യുക്തികൾ, ബൈനറീസിൻ്റെ രീതിയിൽ അങ്ങനെ ഇത് ശരി അത് തെറ്റ്, ഇത് ഇടത് ഇത് വലത് എന്നൊക്കെയുള്ള രീതിയിലുള്ള അത്രയും ലളിത യുക്തികൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കലയെ സമീപിക്കാൻ കഴിയില്ല എന്നതാണ്. പലപ്പോഴും അത്തരം ആ രീതിയിലാണ് സിനിമകളെക്കുറിച്ചുള്ള ആൾക്കാർ പലപ്പോഴും പല സിനിമകളും ആഘോഷിക്കപ്പെടുന്നതും അതിൻ്റെ പ്രമേയങ്ങളെക്കുറിച്ച് ചർച്ച നടക്കുന്നതും ആ രീതിയിലുള്ളതാണ്. കലയുടെ പണി രാഷ്ട്രീയമായി ശരിയായിരിക്കുക എന്നുള്ളതല്ല. കല ചെയ്യുന്നത് രാഷ്ട്രീയത്തെ തന്നെ ചോദ്യം ചെയ്യലാണ്. ഈ ശരി തെറ്റുകൾ ഇടത് വലത് എന്നൊക്കെ പറയുന്ന ഗണങ്ങളെ തന്നെ, അത്തരം പരിചിന്തനങ്ങളെ തന്നെ ചോദ്യം ചെയ്യുകയാണ് കല ചെയ്യുന്നത്. മനുഷ്യനെക്കുറിച്ച് വേറെ രീതിയിൽ ആലോചിക്കാനാണ് പ്രേരിപ്പിക്കുന്നത് കല. നമ്മൾ ഉപയോഗിക്കുന്ന പലതരം ആലോചനാ രീതികൾ അല്ലെങ്കിൽ ആദർശ മാതൃകകൾ അല്ലെങ്കിൽ ചില ചിന്താ പദ്ധതികൾ ഇവയെ തന്നെ അലോസരപ്പെടുത്തുകയോ അട്ടിമറിക്കുകയാണ് കല ചെയ്യുന്നത്. കല ഇതിനപ്പുറം പോകുന്ന ഒന്നാണ്. ശരി, നിങ്ങൾ കോമൺ സെൻസ് എന്ന് വിളിക്കുന്ന പലതരം യുക്തികളെ, നിങ്ങളുടെ രാഷ്ട്രീയ തർക്കങ്ങൾ ഉപയോഗിക്കുന്ന പലതരം ഈ ദ്വന്ദ്വങ്ങളെ അട്ടിമറിക്കുകയാണ് കല ചെയ്യേണ്ടത്. അല്ലാതെ കല ചെയ്യുന്നത് ഇതിൻ്റെ ഈ ശരിയുടെ ഭാഗത്ത് ചില രാഷ്ട്രീയ ശരികളെന്ന് ഇന്ന് ആഘോഷിക്കപ്പെടുന്ന ഇന്നത്തെ രാഷ്ട്രീയം ആഘോഷിക്കുന്ന ചില കാര്യങ്ങളോട് ഒത്തുനിൽക്കുകയും അതേ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയല്ല കലയുടെ പണി ധരിക്കുന്നത്. കല ചെയ്യുന്ന ഈ മുദ്രാവാക്യങ്ങളെ അല്ലെങ്കിൽ ഈ പരിഗണന, ഈ ഇത്തരം പരികൽപ്പനകളെ, ഇത്തരം ലോകത്തെയും ജീവിതത്തെയും സമൂഹത്തെയും മനുഷ്യരെയും കാണുന്ന രീതിയെ തന്നെയാണ് കല പുതിയ രീതിയിൽ കാണാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് ഒരർത്ഥത്തിൽ വെറും ഉള്ളടക്കത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഒരു രാഷ്ട്രീയ നിലപാടുകളുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ലോകത്തെ, ജീവിതത്തെ, മനുഷ്യരെ, മനുഷ്യബന്ധങ്ങളെ മറ്റു രീതിയിൽ ഭാവന ചെയ്യാനാണ് കല ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ഇത്തരം ഈ കൂട്ടത്തിൽ പല സിനിമകളും ചെയ്യുന്നതാണ്. ഇപ്പോൾ ചവിട്ട് പോലുള്ള സിനിമ ഒരുപക്ഷെ ആൾക്കാർക്ക് ഒരു ദളിത് പക്ഷ സിനിമയാണെന്നൊക്കെ പറയാം. പക്ഷേ അതുകൊണ്ട് അത് അവസാനിക്കുന്നില്ല, അതിനപ്പുറം പോകുന്നില്ല. ഒരു രീതിയിൽ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തെ, പ്രത്യേകിച്ച് മലയാള സിനിമ എന്ന് പറയുന്നതിൻ്റെ തുടർച്ചയിൽ ആ സിനിമ വിപ്ലവകരമായ ഒരു പുതിയ രൂപം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പലതരം അടരുകൾ അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ കലാരൂപത്തിനകത്ത് പരീക്ഷണം നടത്തുന്ന, എന്നാൽ ഒപ്പം തന്നെ വളരെ റാഡിക്കലായിട്ടുള്ള നിലപാടുകൾ പുലർത്തുന്ന, നിങ്ങളുടെ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ജാതി പ്രവർത്തിക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് അനീതികൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള എനിക്ക് സൂക്ഷ്മമായി നോക്കുന്ന, അല്ലാതെ നിലനിൽക്കുന്ന ചില ശരി തെറ്റുകളുടെ കൂടെ നിൽക്കുകയല്ല, മറിച്ച് അതിൽ തന്നെ ചോദ്യം ചെയ്യുന്നതിനും വേറെ രീതിയിൽ ആലോചിക്കാനും സൂക്ഷ്മമായി കാണാനും ശ്രമിക്കുന്ന സിനിമകളാണ്. എനിക്കോട് കഴിഞ്ഞ വർഷം ഇറങ്ങി എനിക്ക് മറ്റൊരു വളരെ മനോഹരമായ സിനിമ, ഈ ഫെസ്റ്റിവലിൽ ഉണ്ടാകേണ്ടിയിരുന്ന സിനിമ തടവ് എന്ന് പറയുന്ന സിനിമയാണ്. ഫാസിൽ ചെയ്തിട്ടുണ്ട്, ഫസിൽ എന്നാണ് അയാൾ. മനോഹരമായ സിനിമ. ഒരു പക്ഷേ നമ്മൾ ഇന്ന് വരെ കേരളത്തിലെ ഫെമിനിസ്റ്റ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന, സ്ത്രീപക്ഷം എന്നൊക്കെ വിളിക്കപ്പെടുന്ന സിനിമകളിൽ ഏറ്റവും സ്ത്രീപക്ഷ സിനിമയാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ സ്ത്രീപക്ഷ മുദ്രാവാക്യങ്ങളോ നിലപാടുകളോ പുലർത്തുന്നില്ല. പക്ഷേ ഒരു കേരളം പോലുള്ള സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സ്ത്രീ അവസ്ഥയെ ഇത്രയും സൂക്ഷ്മമായി, ഇത്രയും എന്താ പറയുക, ഒരു ദുരന്ത ഭാവനയോടെ അവതരിപ്പിക്കുന്ന മറ്റൊരു സിനിമയില്ല. ഒരുപക്ഷെ ഇത്തരം സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതാണ്. അപ്പോൾ അത്തരം സിനിമകൾ ഒന്നിച്ച് കൊണ്ടുവരുന്നു, ഒരു പ്രേക്ഷകരെ കാണാനും അത്തരം സംവിധായകർക്ക് അത് കാണുന്ന പ്രേക്ഷകരായിട്ട് ചർച്ച ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നുള്ള ഈ ഫെസ്റ്റിവലിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മമ്മൂട്ടി വളരെ വ്യത്യസ്തമായ സിനിമകൾ, ഭ്രമയുഗം തൊട്ട് പുതിയ സിനിമകളിലേക്കൊക്കെ വന്ന്
അദ്ദേഹം സിനിമയുടെ ഒരു സംസ്കാരത്തിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ സിനിമയെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഈ പുതിയ ഇവിടെ കളിച്ച എല്ലാ സിനിമകളും ഞാൻ മിക്കവാറും കണ്ടതാണ്. വളരെ നല്ല പ്രമേയത്തിൽ, പ്രതിപാദനത്തിൽ, അതിൻ്റെ ആവിഷ്കരണത്തിൽ ഒക്കെ വളരെ വ്യത്യസ്തമായ മേഖലകൾ കാണുകയും അതിനെ തിരഞ്ഞെടുക്കുകയും അതിനെ കൊണ്ട് ആവിഷ്കരിക്കുകയും ചെയ്യുന്ന സിനിമകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. വ്യത്യസ്തമായ, നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു ദൃശ്യ ഭാഷ സിനിമയിൽ കൊണ്ടുവരാൻ പുതിയ അത്ര പ്രതിഭാശാലികളായിട്ടുള്ള ആളുകളാണ് ശ്രമിക്കുന്നത്. ഇപ്രാവശ്യം മൂന്നല്ല എത്രയോ പെൺകുട്ടികൾ സംവിധാനം ചെയ്ത സിനിമ ഞാൻ കാണുകയുണ്ടായി. ഒക്കെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ധനസഹായം ചെയ്ത് പ്രസിദ്ധീകരിച്ച സിനിമകളാണ്. ഒരു വലിയ മാറ്റം സിനിമയുടെ ആസ്വാദന തലത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ സംവിധാനം ചെയ്ത, ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്തത്, മിനി KT സംവിധാനം ചെയ്തത്, ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത സിനിമകളൊക്കെ വളരെ വ്യത്യസ്തമായ സിനിമകളാണ്. അവർ പുതിയ മേഖല, സ്ത്രീകൾക്ക് മാത്രം അനുഭവപ്പെടുന്ന ചില കാര്യങ്ങളെ സിനിമയുടെ ദൃശ്യ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത. അപ്പം സിനിമയുടെ വഴി വളരെ വേഗത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, സിനിമയുടെ പ്രമേയത്തിലല്ല, ആവിഷ്കരണത്തിൽ, അതിൻ്റെ സാങ്കേതിക വിദ്യയിലും ഒക്കെ വലിയ മാറ്റങ്ങളാണ്. ഞാൻ അങ്ങനെ ഒരു അവധിക്കാലം ആദ്യമായിട്ട് ഈ എഡിറ്റിങ്ങിൽ ഒരു മാറ്റം വന്നത് ആ സിനിമയാണ് മലയാളത്തിൽ. അതിൻ്റെ എഡിറ്റിംഗ് കൽക്കത്തയിലൊക്കെ പോയി കഴിഞ്ഞാൽ എഡിറ്റിംഗ് റൂം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ റൂമാണ്. ആ റൂമിൽ നിന്ന് ഒരു കമ്പ്യൂട്ടർ ഒരു ചെറിയ രീതിയിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിലേക്ക് കൊച്ച് ഒരു കാര്യത്തിലേക്ക് മാറുന്ന തരത്തിൽ സംവിധാനങ്ങൾ മാറി, ക്യാമറയുടെ പ്രത്യേകതകൾ മാറി, എന്തെല്ലാം തരത്തിലുള്ള ടെക്നോളജി മാറുന്നു. ശബ്ദത്തിൻ്റെ വിന്യാസത്തിൽ മാറ്റം, എത്ര വലിയ മാറ്റമാണ് സിനിമയുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയും. ലോക സിനിമയുടെ നിലവാരത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് മലയാള സിനിമയും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഈ കാലഘട്ടത്തിൽ കൃത്യമായ രാഷ്ട്രീയം പറയുന്ന സിനിമകൾ അതേ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾ പോലും കാണാൻ വരുന്നില്ല. ഇവിടെ ഒരു സിനിമ കൃത്യമായി രാഷ്ട്രീയം പറയുന്നൊരു സിനിമ വന്നപ്പോൾ അത് വിജയിക്കേണ്ടതല്ലായിരുന്നു. ഒരൊറ്റ ആള് ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പോലും ആ സിനിമ കാണുന്നില്ല. അപ്പോൾ സിനിമയുടെ ഉള്ളിലുള്ള പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, നാം കാണുന്ന കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്സ് അല്ല സിനിമയുടെ ഉള്ളിൽ വേണ്ടത്. സിനിമയുടെ ഉള്ളിലുണ്ടാകുന്നത് അത് മനുഷ്യൻ്റെ ജീവിതവുമായിട്ട്, മനുഷ്യൻ്റെ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട്, മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ട്, മനുഷ്യൻ്റെ അഭിരുചികളുമായി ബന്ധപ്പെട്ട് ഒക്കെ മാറ്റമുള്ള ഒരു സംസ്കാരം വളർന്നു വരേണ്ടതായിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സിനിമയുടെ ഉള്ളിൽ. പക്ഷെ അതിന് വേണ്ടത് എന്താണ്? ഈ കോളേജ് തലത്തിൽ ഞങ്ങളിവിടെ ഇരിഞ്ഞാലക്കുട ഫിലിം സൊസൈറ്റിയുടെ ഭാഗമായിട്ട് 2 കോളേജുകളെ സമീപിച്ചു. വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ വന്നുള്ളൂ. ആ സ്ഥാനത്ത് രോമാഞ്ചം കാണുന്നിടത്ത് നിങ്ങൾ ചെന്ന് നോക്കൂ, പ്രേമലു കാണുന്നിടത്ത് ചെന്ന് നോക്കൂ, ഈ കുട്ടികൾ മുഴുവൻ അവിടെയാണ്. അപ്പോൾ ആസ്വാദന തലത്തിൽ, സംവേദന തലത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയാത്തിടത്തോളം കാലം നമ്മുടെ സിനിമയ്ക്ക് വലിയ തരത്തിലുള്ള പ്രതിലോമപരമായ ആശയങ്ങൾക്ക് വലിയ ശക്തി കിട്ടുന്ന ഒരു കാലഘട്ടം. ഒരു സിനിമയിൽ പറയുന്ന സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങൾ അതിന് കയ്യടിയാണ്. ഞാൻ മോഹനേട്ടൻ്റെ പേരിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലിൽ ചവിട്ട് കളിക്കുമ്പോൾ കൂടുതൽ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചവിട്ട് സിനിമ ശരിക്കും ഈ നാടകവും സിനിമയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു കൂടിക്കലരിൽ സംഭവിക്കുന്നൊരു സിനിമയാണ് സിനിമയുടെ അകത്ത്. മോഹനേട്ടനും ഒരു പരിധിവരെ അങ്ങനെയായിരുന്നെന്ന് എൻ്റെ ചെറിയ അനുഭവങ്ങളിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. നാടകത്തിൻ്റെയും സിനിമയുടെയും 2 വ്യത്യസ്തമായ മാധ്യമങ്ങളെയും വേർതിരിച്ചറിഞ്ഞ് അതിൻ്റെ സാധ്യതകളെ പ്രയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മോഹനേട്ടൻ്റെ പേരിലുള്ള ഈ ഫെസ്റ്റിവലിൽ ചവിട്ട് സിനിമ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം. കൂടുതൽ സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു. ചവിട്ട് സിനിമയുടെ ഞങ്ങൾ 2 സംവിധായകരും ഇവിടെയുണ്ട്, സിനിമാറ്റോഗ്രാഫർ മുകേഷ് ഇവിടെയുണ്ട്. സിനിമ കഴിയുമ്പോൾ നിങ്ങളുണ്ടെങ്കിൽ നമുക്ക് സിനിമയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. താങ്ക് യു. നമ്മുടെ
മോഹൻ രാഘവൻ എന്ന യുവ ചലച്ചിത്രകാരൻ്റെ സ്മരണാർത്ഥം സ്മരിച്ചുകൊണ്ട് ഇന്ന് 15-ാം തീയതി മുതൽ 24-ാം തീയതി വരെ തുടങ്ങുന്ന ചലച്ചിത്രോത്സവത്തിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആസ്വാദകർക്കും പ്രത്യേകം ആശംസ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ദേശക്കാഴ്ചയുടെ ഓരോ ദിവസവും വിഭിന്നമായ പരിപാടികളാണ് ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത്. കുട്ടികളുടെ നാടകോത്സവം, അതുപോലെ തന്നെ പൈതൃകോത്സവം, കാർന്നൊരു കൂട്ടം, അവസാന ദിവസമായ മെയ് 5-ാം തീയതി നമ്മൾ സംഘടിപ്പിക്കുന്ന വിപുലമായ നമ്മുടെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുക്കുന്ന വേലവര ഉൾപ്പെടെയുള്ള വിവിധമായ പരിപാടികൾ, ഒട്ടേറെ പരിപാടികളാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മതസൗഹാർദ്ദം, ചുവപ്പ്, ഓറഞ്ച്, നീല, വയലറ്റ്, നാനാത്വത്തിലേകത്വം. അതാ പറക്കുന്നു സമാധാനത്തിന്റെ വെള്ളരിപ്രാവ്. നമ്മുടെ നാട് കല, സംസ്കാരം, കാരുണ്യ പ്രവർത്തനം, മതസൗഹാർദ്ദം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഈ മേഖലകളിലൊക്കെ പേരുകേട്ട നാടാണ്. ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ചെകുത്താന്മാർക്ക് ഇവിടെ സ്ഥാനമില്ല, ഇരുട്ടിന് ഇവിടെ സ്ഥാനമില്ല. വെളിച്ചത്തിന്റെ നാടാണ് നമ്മുടെ നാട്. നമ്മുടെ മുനിസിപ്പാലിറ്റി ഈ പ്രാവശ്യം 1500 സ്ട്രീറ്റ് ലൈറ്റുകളാണ് പുതിയതായി സ്ഥാപിച്ചത്. എന്തായിരുന്നാലും സംസ്കാര റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ വളരെ കൗതുകത്തോടു കൂടിയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ സംസ്കാരം നിലനിർത്തുന്ന രീതിയിൽ നിലനിർത്താൻ ഈ സംസ്കാരത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇടവാകുന്നു. നന്ദി, നമസ്കാരം. വിഷയത്തെ കുറിച്ച് ഞാൻ എന്താ പറയുക? എന്ത് പറഞ്ഞാലും അധികാവില്ല. ഞാൻ നിങ്ങളോടൊരു രഹസ്യം തുറന്നു പറയാം. അസോസിയേഷന്റെ വാർഷികാഘോഷം പ്രഖ്യാപിച്ചതിന് ശേഷം ഉണരാൻ ഞാൻ അലാം വെച്ചിട്ടില്ല. കാരണം എല്ലാ ദിവസവും രാവിലെ വിഷയത്തിന്റെ കോള് വന്നിട്ടാണ് ഞാൻ എഴുന്നേക്കാറുള്ളത്.
അത് ചെയ്യണ്ടേ ഇത് ചെയ്യണ്ടേ എന്ന് ചോദിച്ചിട്ട്. സി, എന്നെ പോലെ ഇത്രയും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളെ ഇത്രമാത്രം റെസ്പോൺസിബിൾ ആക്കി മാറ്റിയതിന്റെ മുഴുവൻ ക്രെഡിറ്റും വിശ്വേട്ടനുള്ളതാണ്. അടുത്തതായി എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ശ്രീ മുരളീധരൻ നായർ. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പരിണിതപ്രജ്ഞനാണ്. പരിണിതപ്രജ്ഞനായ ശ്രീ മുരളീധരൻ നായരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എത്രമാത്രമാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നത് എന്ന് പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല. ഇനിയും ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ വേദിയിലുണ്ട്. എനിക്ക് മുൻപേ പറഞ്ഞത് പ്രതിപാദിച്ചു പോയതുകൊണ്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ കലാവിഭാഗം പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകിയ ഏവർക്കും പ്രോഗ്രാം കൺവീനർ എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിടാം. സംസ്കാരയുടെ 7th ആനുവൽ ഡേ സെലിബ്രേഷൻ, അതായത് 7ാം വാർഷികാഘോഷ രാവ്. കുട്ടനാടുള്ള ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ എന്ന് പറയുന്ന അരുൺ ലാൽ, അതിൽ സംവിധായകനായിട്ട് അഭിനയിച്ച അരുൺ ലാൽ, ആ സംഘത്തിൻ്റെ നേതാവ് അരുൺ ലാലാണ്. അവരുടെ തന്നെ ചില്ലറ സമരം എന്ന് പറയുന്ന ഒരു നാടകത്തിൻ്റെ പാട്ടുകളും ചുവടുകളുമാണ് ആ സംഘം കളിക്കാൻ വരുന്നതും കളിച്ചുകൊണ്ടിരിക്കുന്നതും. ചവിട്ടുകളിപ്പാട്ടുകളും ചുവടുകളുമാണ് അതിൻ്റെ അകത്ത്. പിന്നെന്താ പറയുക, പിന്നെ നമ്മളുടെ ഒരു സംഘത്തിനെ എങ്ങനെ സിനിമയുടെ അകത്ത്, ഇപ്പോൾ സാധാരണ ഒരു സിനിമയുടെ അകത്ത് നായകൻ, നായിക, കഥാപാത്രങ്ങളുടെ പുറകിലെ സംഘർഷങ്ങൾ ഇതിനെക്കാട്ടിയൊക്കെ പോകുന്നതിനെക്കാട്ടി പകരമായിട്ടൊരു സംഘബോധത്തോടുകൂടി ഒരു സംഘത്തിൻ്റെ പ്രശ്നം എങ്ങനെ നറേറ്റീവിൽ കൊണ്ടുവരാമെന്നുള്ളൊരു പരീക്ഷണമാണ് സിനിമ. പിന്നെ നാടകം, ഇതിൻ്റെ സ്ട്രെയിറ്റ് നറേറ്റീവ്, ഒരു സിനിമയുടെ ഒരു കഥ എന്ന് നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ അകത്ത് പരിപാടി നടത്താനായിട്ട് വരുന്ന ഒരു നാടക സംഘം, അവർ വൈകുന്നേരം വരെ അവരുടെ തയ്യാറെടുപ്പുകളും ഇതും എല്ലാം കഴിഞ്ഞ് അവസാനം ആ സ്പേസ് നാടകം കളിക്കേണ്ട സന്ദർഭം വരുന്നത് വരെയാണ് ഇതിൻ്റെ ഒരു നറേറ്റീവ് കിടക്കുന്നത്, ഒരു സിനിമയുടെ കഥാ നറേറ്റീവ് എന്ന് പറയുന്ന ഭാഗം കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ തയ്യാറെടുപ്പുകളും ഇതെല്ലാം കൂടി ഒരു കളക്റ്റീവായിട്ട് വായിക്കുന്ന ഒരു ചെറിയ പരീക്ഷണം. അതിനൊരു ഫോമിനും നമ്മൾ സാധാരണ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ സിനിമകളുടെ ഒരു ഫോം അല്ലാതെ കുറേ അതിൻ്റെ ഇടയിൽ ആ നാടകത്തിൻ്റെ ശകലങ്ങളാണ് വായിച്ചെടുക്കാൻ പറ്റുക. നാടകം എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല, എന്നാൽ കുറേ അവരുടെ പാട്ടുകളിൽ കൂടിയും ചൊല്ലുകളിൽ കൂടിയൊക്കെ മൊത്തത്തിൽ കളക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ആശയപരമായിട്ട് വായിച്ചെടുക്കാം. അത്തരത്തിലുള്ളൊരു ഒരു ഒരു ഫോമാണ് അതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് സിനിമാറ്റിക്കലി. പിന്നെ നിങ്ങൾ പറയുക, എന്താണെങ്കിലും ചോദിക്കുക, കണ്ടിരുന്നവർ അഭിപ്രായങ്ങൾ എന്തും ചോദിക്കുക. ആഖ്യാനശൈലി വേറെ ഏതെങ്കിലും ഭാഷാ ചിത്രത്തിൽ നിന്ന് നമ്മൾ ഇൻസ്പിറേഷൻ കൊണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ആണോ? ഇല്ല, ആഖ്യാന ശൈലിയിൽ അതിൽ അത്ര വലിയ പുതുമയുള്ള ആഖ്യാന ശൈലിയല്ല. നമ്മുടെ സിനിമകളിൽ എപ്പോഴും അബ്സ്ട്രാക്റ്റായിട്ട് മാറി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടൈം സ്പേസ്, രാവിലെ ഒരു സംഘം വരുന്നു, വൈകുന്നേരം കളിക്കുന്നു, ഇത് അതിൻ്റെ ലീനിയർ സ്പേസ് ടൈം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇവരുടെ കുറച്ച് കാലമായിട്ട് അവരുടെ തയ്യാറെടുപ്പുകൾ, അതിനും ഒരു ലീനിയർ ടൈമിംഗ് ഉണ്ട്, പക്ഷേ ദിവസങ്ങളുടെ ടൈമിംഗ് വേറെ വേണം. പിന്നെ നമ്മുടെ റിയാലിറ്റി ആയിട്ടുള്ള റെസിഡൻസ് അസോസിയേഷൻ, ഈ 3 ലെയറുകളും കൂടിയാണ് ഇൻ്റർ ക്ലബ് ചെയ്യുന്നത്. അത് ഒരു നോൺ ലീനിയർ ഫോമിൽ നമ്മൾ നോൺ ലീനിയർ എന്ന് പറയുന്ന സിനിമയിൽ അത്ര വലിയ എക്സ്പീരിമെൻ്റ് ഒന്നുമല്ല. അങ്ങനത്തെ സിനിമകൾ ശരിക്കും പറഞ്ഞാൽ കീറ കുറസോയുടെ ആദ്യത്തെ പടങ്ങൾ ചവിട്ട് അവരുടേതായ ഭാഷ, പാട്ടുകളും ചവിട്ടുകളും ആ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചതായിരുന്നു. പാട്ടുകളായിരുന്നു അതിൽ കൂടുതലുണ്ടായിരുന്നു. അതേ ഒരു ശൈലി ഇതിലേക്ക് വരുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളാണ് അന്നത്തെ കാലത്ത്. ടൈം ആൻഡ് സ്പേസിൻ്റെ ഡിവിഷനാണ് അത്. ഒരു ഡേ ടൈമിംഗ്, പിന്നെ അവരുടെ കുറച്ച് കളക്റ്റീവായിട്ടുള്ള ശരിക്കും പറഞ്ഞു സിനിമയുടെ നറേറ്റീവ് ടൈമിലുള്ള ലെയറുകളുടെ ടൈം സ്പേസ് ബെൻഡിങ് ആണ്. പുതിയൊരു ഫോമാണോ എന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല. മലയാളത്തിൽ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല.
ഇല്ല, മലയാളം കാണാൻ പറ്റില്ല. ഇതൊരു ജീവൻ അവർക്ക് കൊടുക്കുന്നില്ലല്ലോ. വെറും നാണയത്തൊട്ടുകൾ നിലത്ത് വലിച്ചെറിഞ്ഞിട്ട് അവർ പോകുന്നത്, അത് പെറുക്ക് പോലും അവരെടുക്കുന്നില്ല. പക്ഷെ അവരുടെ അധ്വാനത്തിൻ്റെ വില ആ സംവിധായകൻ ലാസ്റ്റ് കാണായിരുന്നു. ഇതാ നിങ്ങൾക്ക് ഈ സ്റ്റേജ്, ഓഡിയൻസ് ഒന്നുമില്ലാത്തൊരു സ്റ്റേജാണ് കൊടുക്കുന്നത്, നിങ്ങൾ ആട്. അങ്ങനെ പോയവരെല്ലാം തിരിച്ചു വരും. അങ്ങനെ അവർക്ക് സന്തോഷാശ്രു അവിടെ പൊഴിക്കാം. വെറുതെ ഒരു ചെറിയ അല്ല, നമ്മൾ പ്രതീക്ഷയാണ്. അത് നമ്മൾ സിനിമ അവസാനിപ്പിക്കുമ്പോൾ ശുഭാപ്തി വിശ്വാസത്തിൽ അവസാനിപ്പിക്കണോ, പ്രതീക്ഷ അർപ്പിച്ച് അവസാനിപ്പിക്കണോ? പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, ഇപ്പം ഇവിടെ സജാസ് ഈ നാടക സംഘം, ലിറ്റിൽ എർത്ത് എന്ന് പറയുന്ന സംഘം, ഈ നാടകം ഒരു 100 സ്റ്റേജിന് മേലെ കളിച്ചിട്ടുള്ളതാണ്. അപ്പം നേരത്തെ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് ബാഗ് നേരത്തെ പ്രസംഗത്തിൽ CS വെങ്കടേശ്വര മാഷ് ഉദ്ഘാടനത്തിൽ സംസാരിച്ചൊരു കാര്യമുണ്ട്. എപ്പോഴും ഈ ബദൽ അല്ലെങ്കിൽ സമാന്തരം എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു ഭൂരിപക്ഷ സ്വീകാര്യത ആ കാലഘട്ടത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ ഈ നാടകം ശരിക്ക് പറയുന്നത് ചില്ലറകളും നോട്ടുകളും അധിനിവേശത്തിനെതിരെ വരുന്ന അതിൻ്റെ സൂചനകൾ ഈ സിനിമയിൽ കൂടി വായിക്കാൻ പറ്റുമല്ലോ. നാടകം അത് തന്നെ കുറേയും കൂടി സ്ട്രെങ്ത് ആയിട്ട് പറയുന്നതാണ്. അപ്പം അത്തരത്തിലുള്ള കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാടകങ്ങൾ, അത്തരത്തിലുള്ള കലാരൂപങ്ങൾ ഇന്ന് എത്രമാത്രം സ്വീകരിക്കേണ്ടെന്നുള്ളത് വളരെ ചോദ്യമാണ്. ഇപ്പോൾ ഇതേപോലത്തെ സിനിമകൾ, ഇപ്പോൾ സമാന്തര സിനിമകളെ കുറിച്ച് പറഞ്ഞു. ഇന്ന് ഈ ഒരാഴ്ച ഇവിടെ പ്രദർശിപ്പിക്കാൻ പോകുന്ന ഒരു 11 സിനിമകളുടെ കാര്യം പറയുന്നു. ഇതെല്ലാം IFFKയിലും അവിടെ ഇവിടെയൊക്കെ പ്രദർശിപ്പിച്ച കുറച്ച് സിനിമകളാണ്. പക്ഷേ അവിടെ മാത്രം വരുമ്പോൾ അതിന് ആൾ കൂടുകയും ബാക്കി ഒരു സ്പേസ് വരുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ തിയേറ്ററുകളിലേക്ക് ഈ സിനിമ വരാത്തത്, എന്തുകൊണ്ടാണ് ഈ ജനങ്ങൾ അത് ഏറ്റെടുക്കാത്തത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം തന്നെയാണ്. കാരണം നമ്മളുടെ അനുഭവം കൂടിയാണത്. മനസ്സിലായില്ലേ? ഇത്തരം സിനിമകളായിട്ട് ഇപ്പോൾ ഈ സിനിമ കൊണ്ട് ഞങ്ങളിതിപ്പോൾ എൻ്റെ അറൗണ്ട് ഒരു 55-ാമത്തെയോ 60-ാമത്തെയോ പ്രദർശനങ്ങൾ. പക്ഷേ ഇതിൽ നല്ല സിനിമകളുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ അവർക്ക് ഇത്തരത്തിലുള്ള സ്പേസുകളില്ലാത്ത അവസ്ഥയുണ്ട്. ഈ നാടകം കളിക്കാൻ പോകുമ്പോൾ ഇങ്ങനത്തെ അവസ്ഥയുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ആ റിയാലിറ്റി നമ്മൾ സിനിമയിൽ അവസാനം കാണിക്കുകയും ആളില്ലാത്തൊരവസ്ഥ കാണിക്കുകയും പാട്ട് പറയുന്നത് ഞങ്ങൾ ചവിട്ടിയെടുക്കും, താളം പോയാൽ ചവിട്ടിയെടുക്കും എന്നാണ് പറയുന്നത്. അതൊരു ചോദ്യവും കൂടിയാണ്. നിങ്ങളുടെ ജീവൻ പോയാൽ നിങ്ങൾ എന്താ ചെയ്യുക, ചവിട്ടിയെടുക്കും. ആ പ്രതീക്ഷ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. നമ്മളുടെ ഈ ഒരു പോരാട്ടം, ഈ ഒരു ബദലിൻ്റെ അല്ലെങ്കിൽ ഒരു സമാന്തരത്തിൻ്റെ പോരാട്ടം അവിടെ നിലനിർത്തിയിട്ട് അവർ ആഹ്വാനം ചെയ്തിട്ട് മുമ്പിലൊരു റിയാലിറ്റി യാഥാർത്ഥ്യം കാണിക്കുക എന്നുള്ള പൊസിഷനിലാണ് ആ സിനിമ. എന്നാലല്ലേ ആ പേര് ചവിട്ടുന്നൊക്കെ ഒരു യാഥാർത്ഥ്യമാവുള്ളൂ എന്ന് തോന്നണ്ടേ? പറഞ്ഞില്ല, ഭാരതമാഷ് പറഞ്ഞല്ലോ, സ്കൂൾ തലത്തിൽ എന്തോ ഒരു പുതിയ തലമുറ വളർത്തിയിരുന്ന സിനിമ ആസ്വാദന ബന്ധമില്ല എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ പ്രശ്നം നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങളെ ഇവർക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് നേരം പിടിക്കും. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി റിവ്യൂ സൈസിൽ വന്നാലാണ് ഈ സിനിമ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ സിനിമ കാണുന്ന കുറച്ച് ആളുകൾ അതിൻ്റെ ഇത് കണ്ടുപിടിക്കും. എൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഞാൻ 90-ലാണ് ആദ്യമായിട്ട് ആർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ അടൂരിലേക്ക് സിനിമ ഡൽഹിയിൽ പ്രദർശിച്ചു. 7 സിനിമയാണ് അന്ന് കാണിച്ചത്. അതിലെ ഒരാളുടെ വ്യത്യസ്ത മുഖഭാവം വരുന്ന മുഴുവൻ അങ്ങനെയുള്ള പടങ്ങളൊക്കെ ആ സമയത്ത് അതിനെക്കുറിച്ചുള്ളത് കണ്ടപ്പോൾ ഞാൻ ഇത്തരം സിനിമ കാണാനുള്ള ഒരു മോഹവും അത് അന്വേഷിച്ച് ഇങ്ങനെ കിട്ടാവുന്നിടത്ത് പോയി കാണും. അപ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത്തരം ഫീലിംഗ് ഉൾക്കൊള്ളാനുള്ളൊരു ഗ്യാപ്പ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നമുക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പറയാൻ. പക്ഷെ പടം എനിക്ക് ഏതായാലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു. നല്ലൊരു പടമായിട്ട് തോന്നി, എൻ്റെ അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും ആശംസകൾ. ആസ് എ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നൊരു കാര്യം എന്താ പറയുക, ഈ ഇത്തരത്തിലുള്ള സ്പേസുകൾ ഒരുപാട് കണ്ടോ. നേരത്തെ മാഷെന്ന് പറഞ്ഞു, അതിനുള്ള ക്ഷമ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ദൃശ്യസാക്ഷരത അല്ലെങ്കിൽ ഒരു മറ്റേ ഭാഷ പോലെ തന്നെ ഏതൊരു ആർട്ടിനും അതിൻ്റെ അത് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത്. അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓടും. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഇവിടെ സിനിമ പ്രദർശിപ്പിക്കാനായിട്ട് ലാപ്ടോപ്പിൽ നിന്ന് പെൻഡ്രൈവിൽ ഇത് കോപ്പി എടുക്കുമ്പോൾ ഞങ്ങൾ സംസാരിച്ചൊരു കാര്യം, നമ്മുടെ ജോസഫ് മാഷിൻ്റെ കട്ടപ്പനയിൽ മലയോരത്ത് ഫിലിം സൊസൈറ്റിയുടെ സാംസ്കാരിക ചരിത്രം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, സാംസ്കാരിക ജീവിതം.
അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചു കാലം മുമ്പുണ്ടായിരുന്ന ഫിലിം സൊസൈറ്റിയിലെ ഒരു പ്രവർത്തകൻ ഒരു പെട്ടി, ഫിലിം പെട്ടിയാണല്ലോ ഇന്നിപ്പോൾ അത് അവിടുന്ന് മലമ്പ്രദേശത്ത് നിന്ന് ഇറങ്ങി വന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഈ പെട്ടി ചുമന്ന് ഓരോ വണ്ടിയിൽ കയറ്റി അവിടെ കൊണ്ടുപോയി ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നു. ഇന്ന് അത് ഞങ്ങൾക്ക് നിസ്സാരമായിട്ടൊരു പെൻഡ്രൈവിൽ കോപ്പി ഇടുന്നിട്ട് വന്ന് പോക്കറ്റിലിട്ടിട്ട് ഇങ്ങോട്ട് വരാം. നമുക്കിന്ന് പ്രൊജക്ടറുകളുണ്ട്, സൗണ്ടുകളുണ്ട്, ടെക്നോളജി ഭയങ്കര രീതിയിൽ ഹെൽപ്ഫുള്ളാവുന്നുണ്ട്. പക്ഷേ ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നുണ്ട്. അത് ഈ ക്ഷമയില്ലായ്മയുടെ തന്നെ അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ ഒരു വേഗതയും കൂടി പ്രശ്നം. പിന്നെ ഈ പഴയ ആർട്ട് സിനിമ സങ്കല്പങ്ങൾ നേരത്തെ മാഷ് പറഞ്ഞ പോലത്തെ നമ്മളെ ഒരു സാധാരണ മനുഷ്യന്മാരെ ഇപ്പോൾ നമ്മൾക്ക് ഉൾപ്പെടെയാണെങ്കിലും ഒരുപാട് ക്ഷമിച്ചിരിക്കാൻ കഴിയില്ല, ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പം ഇതിൻ്റെ അകത്ത് ഞങ്ങൾ മനഃപൂർവ്വമായിട്ട് ഈ പാട്ടുകളും ചവിട്ടുകളൊക്കെ അതിനെ മറികടക്കാനായിട്ട് ഒരു ചെറിയ കുസൃതി എന്നുള്ള രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു വിരസത മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ കൂട്ടമായിട്ടുള്ള ഈ വിഷ്വൽ സാക്ഷരതയുടെ ഒരു ലാംഗ്വേജ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് ഇതിന് ശീലം തന്നെയുള്ളൂ. അതിൻ്റെ അകത്ത് ഇപ്പം ഇതേപോലെ കുറേ ഇന്ന് ഒരാഴ്ച ഇവിടെ വന്നിരിക്കുക, ഒരാഴ്ചയോളം എല്ലാ ദിവസങ്ങളും ഓരോ സിനിമകൾ ഇറങ്ങും. നമുക്ക് കുറേ മെൻ്റലി കുറേ വിഷ്വലുകളും ഓഡിയോകളും കുറേ നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളും ഇതൊക്കെയായിട്ട് കിട്ടും. അത് ഓപ്പണായിട്ട് ഇതേപോലെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാങ്ങുക, ചർച്ച ചെയ്യുക എന്നുള്ള രീതി കൂടി തന്നെയാണ് ആ വിഷ്വൽ സാക്ഷരത വർക്ക് ചെയ്യുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ അവിടത്തോളം നമ്മളിപ്പോൾ വീട്ടിൽ പോയിരുന്ന് ഓരോ ഫോണിലും ഓരോ ഇത്തരത്തിലുള്ള സിനിമ നമ്മൾ കാണില്ല. ഒന്നാമത് കാണാൻ കിട്ടില്ല. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ആരോടാണ് സംസാരിക്കുക? ഇപ്പോൾ മാഷ് പറഞ്ഞു, മാഷിന് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഇത് നമ്മുടെ കാഴ്ചാശീലമാണ്. നമ്മുടെ ചേട്ടൻ എന്താ അന്വേഷിക്കുക, എന്താ ഇതിൻ്റെ കഥ, എന്താ ഈ സിനിമയുടെ കഥ, എന്തിവിടെ പ്രശ്നം, എന്താ നായകൻ്റെ പ്രശ്നം, എന്ത് ഈ സംഘത്തിൻ്റെ പ്രശ്നം, ഇതൊക്കെ കുറേ ടൈമിങ്ങിൽ നമ്മൾ കുറേ കാലത്തെ സിനിമാഗ്രാഫിൽ ശീലിച്ചിരിക്കുന്നൊരു പരിപാടികളുണ്ട്. ഇപ്പോൾ സിനിമ തുടങ്ങി അതിനൊരു ഗ്രാഫൊക്കെ ഉണ്ട്. കൃത്യമായിട്ട് ഇത്ര ശതമാനത്തിൽ നമ്മളൊരു പ്രശ്നം അവതരിപ്പിക്കണം, കോൺഫ്ലിക്റ്റ് അവതരിപ്പിക്കണം, അതിന് സൊല്യൂഷൻ കണ്ടെത്തണം. ആ ഒരു രീതി നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്ന പോലെയാണ്. അത് ഓഡിയൻസിനെ സൈക്കോളജിക്കലി ഹുക്ക് ചെയ്ത് നിങ്ങളതിനെ അടിമപ്പെടുത്താവുന്നൊരു സാധനം. എന്നാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ചും കൂടി തലച്ചോറും കൂടി ഉപയോഗിക്കുക. ഇമോഷണലി നമ്മൾ നായകൻ്റെ വിഷമത്തിൽ നമ്മൾ കരയുക, നായകൻ്റെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ തലച്ചോറും ഇതൊരു പറ്റിപ്പ് പരിപാടിയാണ്, അല്ലെങ്കിൽ ഇതൊരു നാടകമാണ്, ഇത് സിനിമയാണെന്നുള്ള ബോധ്യത്തിൽ ചിന്തയും കൂടി ഉൾപ്പെടുത്തി വായിക്കാൻ ശ്രമിക്കുക, അതിൻ്റെ ഭാഷ വായിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഫിലിം സൊസൈറ്റികൾ കുറേ കാലം കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്നേക്കുന്ന ഒരു രീതിശാസ്ത്രം. അപ്പോൾ ഇതങ്ങനെ നടക്കുള്ളൂ. ഞങ്ങളെ പോലെ പേഴ്സണലി ആഗ്രഹിക്കുന്നത് എനിക്ക് ഇതേപോലത്തെ ഒരു 100-150 സേഫ് സ്പേസ് കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് കുതിക്കുക. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും നോക്കാതെ ധൈര്യമായിട്ട് ഇതേപോലെ സിനിമകൾ ഉണ്ടാക്കാം. പക്ഷേ ഓരോ സിനിമ കഴിയുമ്പോഴും പേടിയാണ്. മനസ്സിലായോ? ഇനി അടുത്തതിലേക്ക് എത്താനായിട്ട് എന്താ ചെയ്യുക ഈ സിനിമ ഞാൻ കണ്ടതായിരുന്നു, എന്നോട് ഭാഗ്യമായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സിനിമകളൊക്കെ ഞാൻ ഈ സിനിമ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വലി ഞാൻ വളരെ ആസ്വദിച്ചുള്ളൊരു സിനിമയാണ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഞാൻ മനസ്സിലാക്കുന്നതാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കുറേ പൊളിറ്റിക്കൽ ബിംബങ്ങളുണ്ട്. അത് നല്ല രീതിയിൽ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ആ ബിംബങ്ങളെല്ലാം നല്ല രീതിയിൽ വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള സന്ദർഭം കൊണ്ട് ഞാൻ നിങ്ങളെ പ്രവർത്തനം അഭ്യർത്ഥിക്കുന്നു. താങ്ക്സ്. സിനിമയിൽ ലാസ്റ്റ് കണ്ട മിക്ക സിനിമയിലും നാടകം ഒരു സബ് കോൺസ്റ്റൻ്റ് വരുന്നത്. പക്ഷേ നാടകമായിട്ട് അങ്ങനെ സിങ്കായിട്ട് അങ്ങനെ പോണേ ഞാൻ കണ്ടിട്ടില്ല. അവസാനം ഇറങ്ങി ഞാൻ കണ്ട പുഴു എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു. ആ നാടകം ഒരു ഏച്ചുകെട്ടായിട്ട് നിൽക്കണമെന്നാണ്. പക്ഷേ ഇതിൽ നാടക സംഘമാണ് വരുന്നത്, ചവിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഒരു ഏച്ചുകെട്ടായിട്ട് തോന്നുന്നില്ല. രണ്ടും കൂടി നല്ല സിങ്കായിട്ട് പോകുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് സിനിമാറ്റോഗ്രാഫിയിൽ ആ പ്രകൃതിയിലുള്ള പല ദൃശ്യങ്ങളും ആ ഇരുട്ടിലുള്ള പല ദൃശ്യങ്ങളും വളരെ നല്ല രസമായിട്ട് തോന്നി. ചെറിയ കുറച്ച് നമ്മൾ സ്ഥിരം കാണുന്നൊരു ഇവിടുത്തെ പാടത്തൊക്കെ കാണുന്നൊരു ഏരിയ തന്നെയാണ്. പക്ഷേ നമുക്കിത് കാണുമ്പോൾ നല്ല ബ്യൂട്ടി ആയിട്ട് ഫീൽ ചെയ്യും. എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇതിൽ പ്രകൃതിയിൽ അവർ നാടകം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു വിഷ്വൽസ് കാണിക്കുമ്പോഴും ഇവരൊക്കെ ഷർട്ടില്ലാണ്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് പലപ്പോഴും കാണുമ്പോൾ ഇതൊരു പ്രകൃതിയുടെ ഭാഗമായിട്ട് തന്നെയാണോ, അല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം അങ്ങനെ ഷർട്ടില്ലാണ്ട്
പല ബോഡി കളേഴ്സായിട്ട് സാധാരണ ഒരു ദളിത് അങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു ജാതിയുടെ ഇഷ്യൂ വരുമ്പോൾ മിക്കവാറും ഒരു ഡാർക്ക് ടോണിലുള്ള കുറേ ആളുകളെ അങ്ങനെ കാണിക്കുകയും അത് ഒരു ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ ഒരു ജാതിയുടെ വിഷയമായിട്ട് പലപ്പോഴും അങ്ങനെ കാണാറുണ്ട്. പക്ഷെ ഇതിൽ വരുമ്പോൾ അങ്ങനെ ഒരു കളറായിട്ട് അങ്ങനെ മനഃപൂർവ്വം അങ്ങനെ ഒരു കളർ അങ്ങനെ ഡാർക്ക് കളറായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പല കളേഴ്സ്, പക്ഷെ എല്ലാവരും ഇങ്ങനെ ഷർട്ട് അടിച്ച് ഇങ്ങനെ പ്രകൃതി ഇണങ്ങി നിൽക്കുന്ന പോലെ. അതിലൊരു സീനിൽ തന്നെ ആ നാടകത്തിൽ അവസാനം മറ്റേ ഒരു ഷർട്ട് അഴിക്കുമ്പോൾ പുള്ളിക്കൊരു നാണം തോന്നുന്നൊക്കെ ഇല്ല ആ ഷോട്ടിലൊക്കെ. അപ്പോൾ അതെങ്ങനെയാണത് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. പ്രകൃതിയായിട്ടൊരു ബ്ലൻഡ്, ആ ഒരു ബ്ലൻഡ് നമ്മളും ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അതൊക്കെ ഫീൽ ചെയ്ത് കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ആ സ്കിൻ ടോണുകൾ അത് മാക്സിമം എന്താ പറയുക, നമ്മൾ കണ്ട സാധനം മാക്സിമം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ല, മണ്ണിൻ്റെ നിറം തന്നെയാണ്, ബോഡിയുടെ നിറം എല്ലാം അത് സെയിം ആണല്ലോ. ബേസിക്കലി മണ്ണിൽ തന്നെയാണ് ഇവർ ചവിട്ടുന്നത്, അതൊരു സംശയമില്ല. ആന ചവിട്ടുന്നത് മണ്ണിൽ തന്നെയാണ്. നമ്മൾ പാട്ടുകളിലും പറഞ്ഞിട്ട് ചാവോളം കളി മണ്ണോട്, ചത്താലും കളി മണ്ണോട്, അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നത്. പ്രകൃതി തന്നെയാണ് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് ആ സ്വത്വബോധത്തെ മുഴുവൻ നമുക്കൊരു കൃഷിയായിട്ടും, കാരണം ചവിട്ടുകളി എന്ന് പറയുന്ന കലാരൂപം നടക്കുന്നത് കൊയ്ത്തുകഴിഞ്ഞ പാടത്ത്. ആ ചവിട്ടുകളി പാട്ടുകളുടെ സ്വഭാവം അത് കൊയ്ത്തുകഴിഞ്ഞ പാടത്ത് വട്ടത്തിൽ രണ്ട് കരക്കാർ ഒരുമിച്ചിരുന്ന് പാടുന്നതാണ്. അങ്ങോട്ട് പാടുന്നതിൻ്റെ മറുപടിയാണ് ഇങ്ങോട്ട് പാടുന്നത്, അതാണ് പാട്ട്. അപ്പോൾ അത് കൃഷിയായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, മണ്ണായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതുമായിട്ട് തന്നെയാണ് ആ സ്വത്വബോധത്തെ മുഴുവൻ അങ്ങനെ തന്നെ പ്ലേസ് ചെയ്യാനാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സ്പേസും റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു കൾച്ചറൽ സ്പേസ് എന്നുള്ള രീതിയിലാണ് അതിനെ കൺസീവ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് അത് മണ്ണായിട്ടും പ്രകൃതിയായിട്ടും തന്നെ ചേർത്ത് നിർത്തുക എന്നുള്ള പോയിന്റ്. ഇത് ഉത്തരം കുറച്ചുകൂടി വ്യക്തമായിട്ട് ഈ നാടകം കണ്ടാൽ മനസ്സിലാവും. ഇതിൽ പ്രമേയം ഇത് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇതിലൊരു ക്യാരക്ടർ എനിക്ക് ഒടുവിൽ കൺഫ്യൂഷനായി. നമ്മുടെ ആ ഒരു സംസ്കാരം എന്ന് പറയുന്ന പ്രസിഡന്റിലെ ഒരു ചെറിയൊരു ഷോ, അയാളൊരു കലാകാരനായിരിക്കാം. അദ്ദേഹത്തെ ഞാൻ അവിടെ ഒടുവിൽ പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തെ നിങ്ങൾ അവിടെ പിടിച്ചിരുത്തിയത് എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? കലാകാരനായിരുന്നു അദ്ദേഹം, നല്ലൊരു കലാകാരനായിരുന്നു. നല്ലൊരു കലാകാരനായിരുന്നല്ല ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവിടെ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് മറ്റേ പുറകിൽ വന്ന സ്റ്റേജിൽ വന്ന ആ കുട്ടി, ആ കുട്ടിയുടെ അമ്മയായ അവിടെ അടിച്ചു വരുന്ന ആ ചേച്ചി, പിന്നെ ഇയാളാണ് അവിടെ ഏറ്റവും അലമ്പ് കാണിച്ചുകൊണ്ടിരുന്ന ആൾ, അല്ലെങ്കിൽ എല്ലാവരും ജഡ്ജ്മെൻ്റലായിട്ട് കാണുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെയാണ് അയാളെ പ്ലേസ് ചെയ്യാൻ കാരണം ഈ നമ്മൾ ഈ കാണുന്ന കാഴ്ചയിൽ തന്നെ നമ്മൾ ജഡ്ജ് ചെയ്തിട്ടുണ്ട് പുള്ളീനെ. നമ്മൾ സിനിമ കാണുമ്പോൾ തന്നെ ആ ക്യാരക്ടറിനെ നമ്മൾ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റ് തെറ്റിക്കുക എന്നുള്ളത് തന്നെയാണ്. അയാളല്ല, നമ്മൾ ജഡ്ജ് ചെയ്ത ക്യാരക്ടർ അല്ല അയാൾ എന്നുള്ള പോയിന്റിന്. പിന്നെ നാലാമത്തെ ആളെന്ന് പറയുന്നത് അരുൺലാൽ തന്നെയാണ്, ആ ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ തന്നെയാണ്. അപ്പോൾ ഡയറക്ടർ കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. ചേട്ടൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റിലേക്കും അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ ആരൊക്കെ പോയാലും ശരി, ആരൊക്കെ വന്നാലും ശരി, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങൾക്ക് പാടാനുള്ളത് ഞങ്ങൾ പാടും, ഞങ്ങൾക്ക് ചവിട്ടാനുള്ളത് ഞങ്ങൾ ചവിട്ടും, നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകും എന്ന് തന്നെയാണ് അവർ പാട്ടിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നമുക്കും അവസാനം എൻഡ് ചെയ്യേണ്ട ഒരു പോയിന്റും, ആ വരികൾ. അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് അങ്ങനെ കണക്ട് ചെയ്തതെന്ന് തോന്നുന്നു. അത് നമ്മുടെ ഒരു ജഡ്ജ്മെന്റിലാവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ. അതെ, ഉദ്ഘാടനം ചെയ്ത CS വെങ്കടേശ്വരൻ സാറ് പറഞ്ഞു വെച്ചതും ഭരതമാഷ് പറഞ്ഞ് അവസാനിപ്പിച്ചതുമായ കാര്യങ്ങളുടെ ഒരു തുടർച്ച തന്നെയായിരുന്നു സിനിമ ശരിക്കും എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൽ ചെവി ചേർത്ത് വെച്ചാൽ മാത്രം കേൾക്കുന്ന ആ വിയർപ്പിൻ്റെ മണമുള്ള ആ പാട്ട് കേൾപ്പിക്കാൻ ആ കൂട്ടമെടുക്കുന്ന സ്ട്രെയിൻ, അതിൻ്റെ ഡീറ്റെയിലിംഗ്, അത് 3 പേരിലേക്ക് എത്തിയുള്ളൂ എന്നുള്ളത് ഇദ്ദേഹം അതൊരു പോരായ്മയായിട്ട് കണ്ടു. ഞാൻ പറയുന്നത് ആ 3 പേര് നമ്മളാണ്, അത് 100ലേക്ക് എത്തിക്കേണ്ടത് നമ്മളാണ്. ഇത് വെങ്കടേശൻ സാർ അവസാനിപ്പിച്ച് പറഞ്ഞു, ഇവർ രക്തസാക്ഷികളാവുകയാണ്. കുറേ ആളുകൾ ഇത്തരം സിനിമകൾക്ക് വേണ്ടി നിലകൊള്ളുകയും ഇത്തരം രാഷ്ട്രീയത്തിന് വേണ്ടി ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒക്കെ ചെയ്യുമ്പോൾ അത് ഏറ്റെടുക്കാൻ ആളില്ലാതെ ആവുന്നു. 70കളിൽ അന്ന് തിയേറ്ററിൽ കാണാൻ ആളില്ലെങ്കിലും അവരൊക്കെ ആഘോഷിക്കപ്പെട്ടിരുന്നു. അത് പിന്നീട് തുടർന്ന് വന്ന സിനിമകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ന് ഇത് കാണാതെ തന്നെ പോകുന്നു, ആരും കാണാതെ തന്നെ, വളരെ കുറച്ച് ഫിലിം ഫെസ്റ്റിവലുകളിൽ മാത്രം. ഇവരിപ്പോൾ ആഗ്രഹം പ്രകടിപ്പിച്ച് തിയേറ്ററിൽ 100 ദിവസം ഓടാനല്ല, ഇതേപോലെ ഈ ഇരിക്കുന്ന പോലെ
കുറേ വേദികൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ കൂട്ടം ആ ചെറിയ ആ പാട്ട് കേൾപ്പിക്കാൻ അവരെടുത്ത എഫർട്ട് തന്നെയാണ് ഇവരെ പോലെ റഹ്മാൻ ബ്രദേഴ്സിനെ പോലെ ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന സിനിമകളുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അനുഭവിക്കുന്നു. അവർക്ക് വേണ്ടത് അദ്ദേഹം തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒരു സാഹോദര്യമാണ്, ചേർത്ത് പിടിക്കലാണ്, ഒരു അംഗീകാരമാണെന്ന് പറഞ്ഞു. അത് കൊടുക്കേണ്ട ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ഗ്രാമാന്തരങ്ങളിൽ വലിയ ജനക്കൂട്ടത്തെ അല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും കൂട്ടാനായിട്ട് അവരുടെ മുമ്പിലൊക്കെ ഇത്തരം സിനിമകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു ഈ ഗ്രാമികയും ഈ മോഹനവും വഴിതെളിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിനകത്ത് ഒരു വേഷമിട്ടവരിൽ ഒരു മഴ എന്നൊരു പേര് കണ്ടിരുന്നു. അതെന്റെ മോളാണ്. അത് അവിടെ റെസിഡൻസ് അസോസിയേഷൻ മഴ എന്നാണ് പേര് അല്ലേ? കൗതുകം തോന്നി. ഓക്കെ, താങ്ക്സ്. ഇത് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഈ സിനിമയുടെ ലൈൻ മനസ്സിലായത്. അപ്പോൾ ആളുകൾ ഇതേമാതിരി നിന്ന് ഇത് കേൾക്കാനായിട്ടുള്ളൊരു സൗകര്യം ഇവിടെ ഇരിക്കുന്നത് ഇതിൻ്റെ മനസ്സിലാവാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾക്കും അതാണ് സന്തോഷം കിട്ടണത്. നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ നേരത്തെ ഒരു തിയേറ്റർ സിനിമ ചെയ്യുന്ന ഒരാൾക്ക് ഇത് കിട്ടൂല. നമുക്കിത് കഴിഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞ ആളുകളുമായിട്ട് നേരിട്ട് ആളുകൾ കൂടുതൽ നിന്നതും പിന്നെ എനിക്കിതിനകത്ത് ആകർഷിച്ചതെന്ന് വെച്ചാൽ ഈ സാധാരണ റെസിഡൻസ് അസോസിയേഷൻ്റെ ആ സാധനം ഒരു നാടകം കളിക്കാൻ വന്നിട്ടുള്ളവരുടെ ഒറിജിനൽ അനുഭവമുള്ളൂ. കാരണം അവരാ ചോറ് അവസാനിച്ച് പോകും, ബാക്കി ഇവിടെ 3-4 ആളുകളുണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് വ്യക്തമാക്കിയതിൻ്റെ പേരിൽ തന്നെ ഈ സിനിമ എന്നെ നന്നായിട്ട് ഫീൽ ചെയ്തു. ഈ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ സിനിമ ഇങ്ങനെ ആക്കുകയായിരുന്നെങ്കിൽ ഒരു ശുഭപ്രതീക്ഷ കൊടുത്തു. അതൊരു വിദൂര സ്വപ്നമാണ്. അത് ഈ അടുത്ത കാലത്തൊന്നും ഈ സമാന്തരത്തിനും നമ്മൾ ഈ സമാന്തര ജീവിത രീതി അല്ലെങ്കിൽ ബദൽ എന്നൊക്കെ പറയുന്നത് ഒരു പരീക്ഷണ സ്വഭാവമാണ്. ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അവാർഡ് സിനിമകളൊക്കെ വലിച്ചു നീട്ടി കൊണ്ടുപോയി അല്ലെങ്കിൽ ബോറടിപ്പിക്കുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇത് എല്ലാ രംഗങ്ങളും ഷോർട്ടായിട്ട് കാണിച്ചുകൊണ്ട് വളരെ നിഷ്പക്ഷമായ എല്ലാ രംഗങ്ങളെയും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തരത്തിൽ വളരെ കുഞ്ഞ് വലിച്ചു നീട്ടാതെ കൊണ്ടുപോയി പ്രേക്ഷകർ ശരിക്കും മനസ്സിലാക്കുന്ന രീതിയിൽ. അവാർഡ് സിനിമകൾ പല ആശയങ്ങൾ ബോധ്യപ്പെടുത്താതെ ആയിരിക്കും അവസാനിക്കുക ചിലപ്പോൾ. ഇതൊക്കെ കൃത്യമായിട്ട് ഈ ഇത്തരം നാടകങ്ങളെ മറ്റ് കലാരംഗങ്ങളെ ആസ്വദിക്കുന്ന പോലെ ഇത്തരം നാടകങ്ങൾ ഉൾക്കൊള്ളാൻ മറ്റുള്ളവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ റിഹേഴ്സൽസൊക്കെ നടക്കുന്ന സ്ഥലം വെള്ളിനേഴി, നമ്മുടെ പാലക്കാട് ജില്ലയിൽ വെള്ളിനേഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ പുഴ, അവരുടെ റിഹേഴ്സൽ സ്പേസ്. വെള്ളിനേഴി മറ്റേ ഓഡിറ്റോറിയം ഒക്കെ ഇവിടെ എറണാകുളം ഭാഗത്താണ്. 2 ലൊക്കേഷൻസാണ് പ്രധാനമായിട്ട്. ആ പുഴ അവരുടെ റിഹേഴ്സൽ സ്പേസ്. അതിന് മുമ്പിൽ കാണുന്നത് മറ്റേ നാറാണത്ത് ഭ്രാന്തൻ്റെ മല, കുന്തിപ്പുഴയും ഒക്കെയാണ് ആ പരിസരമാണ്. അതായത് ഈ പാട്ട് അല്ലെങ്കിൽ ഇവർ പാടുന്ന പാട്ടും ഈ ചോടുകളൊക്കെ നമുക്ക് ചവിട്ടുകളി നമുക്കറിയാലോ, പരിചിതമായ പാലക്കാട് മലപ്പുറം ബോർഡറുകളിലാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആ ലൊക്കേഷനുകൾ ചൂസ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു. എങ്ങനെയാണ് ചേട്ടനും അനിയനും ഒരുമിച്ച് സിനിമാ രംഗത്തേക്ക് എങ്ങനെയാണ് കടന്നു വരച്ചത്? അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. അല്ല, ഷിനോസ് എഡിറ്ററാണ്. ആദ്യം പണ്ട് തൊട്ടേ എഡിറ്റിംഗ് ബാക്ക്ഗ്രൗണ്ടിലാണ്. ഞാൻ തിയേറ്റർ ഡ്രാമ സ്കൂളിലാണ് പഠിച്ചതൊക്കെ. അപ്പോൾ എൻ്റെ പഠനം കഴിഞ്ഞ് വരുന്നതോടുകൂടിയിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ആദ്യത്തെ സിനിമ 2014 ടോയ് മേക്കർ കളിപ്പാട്ടക്കാരൻ എന്ന് പറയുന്ന സിനിമ, ആദ്യത്തെ സിനിമ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഉണ്ടായിരുന്നു, ആ സിനിമ ചെയ്യുന്നത്. അതങ്ങനെ പിന്നെ പണ്ട് തൊട്ട് ഞങ്ങൾ ഫിലിം സൊസൈറ്റികളും ഒക്കെ ആയിട്ടുള്ള സ്ക്രീനിങ്ങുകൾ കാണാൻ പോക്കും ഒക്കെ ഒരുമിച്ച് തന്നെയാണ്. സിനിമാ ചർച്ചകളും തല്ലുപിടുത്തങ്ങളും ഒക്കെ ഒരുമിച്ചായതുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് പോകണമെന്ന് തോന്നുന്നു.